ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇവിടെ നമ്മൾ നോക്കുന്നത് സെമസ്റ്റർ 4 ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റിലെ അതിൽ മൊഡ്യൂൾ 1 ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഇവിടെ ആണെങ്കിൽ നമ്മൾ പ്രോബ്ലംസ് മാത്രമേ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അതിൽ തിയറി പാർട്ടോ അതിനകത്ത് ഡിറൈവ് ചെയ്ത റിലേഷൻഷിപ്സോ ഒന്നും ഇതിനകത്തില്ല. അതൊക്കെ നിങ്ങൾ വേറെ നോട്ട്സ് നോക്കി പഠിക്കുക. ഇനി അത് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്കടിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക കാണുന്നവർ. അപ്പം നമുക്ക് ഇതിനകത്ത് മെയിനായിട്ടും പറയുന്നത്, ഈ മൊഡ്യൂളിനകത്ത് മെയിനായിട്ടും പറയുന്നത് ഞാൻ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞുതരാം സിലബസിനകത്തുള്ളത്. ഇതിനകത്ത് സോയിൽ ടൈപ്പ് നോക്കിക്കോണം. അതായത് മേജർ സോയിൽസ്, ഇന്ത്യയിൽ ഉള്ള മേജർ സോയിൽസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കോണം. പിന്നെ നോക്കേണ്ടതെന്ന് വെച്ചാൽ 3 phase സിസ്റ്റം, അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. പിന്നെ ബേസിക് ആയിട്ടുള്ള കുറേ സോയിൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. അതിൻ്റെ ഡെഫിനിഷൻ ചോദിക്കും. 3 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ വല്ലോ ചോദിക്കാം. ബി പാർട്ടിലും ചോദിക്കാം, എ പാർട്ടിലും ചോദിക്കാം. പിന്നെ ആണെങ്കിൽ ഇതിൽ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആ ബേസിക് പ്രോപ്പർട്ടീസിൽ, ആ 3 phase സിസ്റ്റത്തിൽ നിന്നുള്ള. അപ്പം ഇത് ഇത്രയാണ്. പിന്നുള്ള സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് വാട്ടർ അതായത് നമ്മൾ ലാബ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് ഇനി വരുന്ന ലാബിൽ, ജിയോ ടെക്നിക്കലിൻ്റെ ലാബ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഓവൻ ഡ്രൈ മെത്തേഡും സ്പെസിഫിക് ഗ്രാവിറ്റി യൂസ് പൈക്രോമീറ്ററും അങ്ങനത്തെ കുറച്ച് ലാബ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ വേണമെങ്കിൽ നമുക്ക് ബി പാർട്ടായിട്ട് ക്വസ്റ്റ്യന് ചോദിക്കാം. അതായത് നിങ്ങൾക്ക് 14 മാർക്കിന് 2 ക്വസ്റ്റ്യനല്ലേ ഉള്ളൂ. അതിനകത്ത് ഫസ്റ്റ് പാർട്ടിനകത്ത് ഈ റിലേഷൻഷിപ്പും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. സെക്കൻഡ് പാർട്ട് ചോദിക്കുന്നതായിരിക്കും ഈ തിയറിക്കകത്ത് നമ്മുടെ ഈ വോളിയം, ഈ ടെസ്റ്റുകളെ പറ്റി ഡിറൈവ് ചെയ്ത് ചോദിക്കുന്നത്. അപ്പം അത് എല്ലാം നോക്കിക്കോണം. പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക്. എ പാർട്ടിലും 14 മാർക്കിന് 2 ക്വസ്റ്റ്യനിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചോദിക്കാം. ക്വസ്റ്റ്യൻ ഇടുന്ന പോലെ ഇരിക്കും. പിന്നെ ഇതിനകത്ത് നോക്കേണ്ട മെയിനായിട്ടൊരു കാര്യമുണ്ട്, സെൻസിറ്റിവിറ്റി ആൻഡ് തിക്സോട്രോഫി എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ. അതിനകത്തും ചിലപ്പം പ്രോബ്ലംസ് ചോദിക്കാം. ഇത്രയാണ് ഈ ഫസ്റ്റ് പാർട്ടിൽ വരുന്ന. അന്നേരം സോയിലിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്, പിന്നെ ഈ ബേസിക് സോയിൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, പിന്നെ ആണെങ്കിൽ സോയിൽ ടൈപ്പ്, ഇന്ത്യയിൽ മേജറായിട്ടുള്ള സോയിൽ ടൈപ്സ് ഉണ്ട്, റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യുന്ന നോക്കണം, ഇതിലെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് നോക്കണം, പിന്നെ ആണെങ്കിൽ ആ ടെസ്റ്റുകൾ പൈക്രോമീറ്ററിൻ്റെ ഒക്കെ ടെസ്റ്റ് ഉണ്ട്, അത് പഠിച്ചു വെക്കണം. പിന്നെ ആണെങ്കിൽ മെയിനായിട്ട് നോക്കേണ്ട സെൻസിറ്റിവിറ്റി ആൻഡ് തിക്സോട്രോഫി. ഇത്രയാണ് ഈ മൊഡ്യൂൾ 1 നോക്കുന്നത്. പിന്നെ അതപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ഈ മൊഡ്യൂൾ 1 ഈ ഫേസ് ഇതെന്ന് പറയുന്ന ഒരു 3 phase സിസ്റ്റമാണ്. ഒരു 3 phase സിസ്റ്റം കണ്ടെയ്ൻ ചെയ്യുന്നത് എയർ ഉണ്ട്, വാട്ടർ ഉണ്ട്, സോളിഡ്സ് ഉണ്ട്. ഇതിന് വോളിയം ഉണ്ട്, അതിന് വെയിറ്റും ഉണ്ട്. വോളിയം ചേരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ഉണ്ട്, വാട്ടർ ഉണ്ട്, സോളിഡ്സ് ഉണ്ട്. ഈ ഇത്രയും കാര്യങ്ങളൂടെ ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, വോളിയവും വെയിറ്റും ഉണ്ടാകുന്നത്. അപ്പം ഈ ഒരു എയറും വാട്ടറും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന അവിടുത്തെ വോയിഡ് കണ്ടന്റ് ആയിട്ട്. ഇനിയാണെങ്കിൽ പിന്നെ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെത്രയേ ഉള്ളൂ അതിനകത്ത് നോക്കാൻ. അതായത് എയറും വാട്ടറും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, വോളിയം ഓഫ് വോയിഡ്സ് കിട്ടുന്നത്. 3ഉം കൂടെ ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, വോളിയം കിട്ടുന്നത്. ഇനി ഇതൊരു 2 phase സിസ്റ്റം ആണെങ്കിൽ അപ്പോൾ ഇവിടെ പറയുന്ന ഒന്നുമില്ല, ടോട്ടൽ വോളിയം ഓഫ് എ ഗിവൺ സോയിൽ മാസിനെ നമ്മൾ വി ആയിട്ട് സൂചിപ്പിക്കുന്ന വോളിയം ഓഫ് ടോട്ടൽ വോളിയം കിട്ടുന്നത് വോളിയം ഓഫ് സോളിഡും വോളിയം ഓഫ് വാട്ടറും വോളിയം ഓഫ് എയറും കൂടെ ചേർന്നിട്ടാണ്. വോളിയം ഓഫ് വോയിഡ്സ് എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും, വോളിയം ഓഫ് വാട്ടറും വോളിയം ഓഫ് എയറും കൂടെ ചേർന്നിട്ടാണ് എന്ത് കിട്ടുന്നത്, വോളിയം ഓഫ് വോയിഡ്സ് കിട്ടുന്നത്. അതുപോലെ തന്നെ വെയിറ്റിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. ഇവിടെ എന്ത് വരത്തില്ല, വെയിറ്റിൻ്റെ കേസിൽ നമ്മൾ എന്ത് പറയത്തില്ല, വോയിഡിൻ്റെ കേസാക്കി പറയത്തില്ല. ഇതൊക്കെ നിങ്ങൾ തിയറി പാർട്ട് പഠിക്കുമ്പോൾ അതെല്ലാം മനസ്സിലായിക്കോളും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. പ്രോബ്ലംസിലേക്കാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ 3 phase ഡയഗ്രാം, ഇതെന്ന് പറയുന്നൊരു 3 phase ഡയഗ്രാം. ഒരു 2 phase ഡയഗ്രാം കണ്ടെയ്ൻ ചെയ്യുന്ന എന്തൊക്കെ 2 പാർട്ടുണ്ട്. ഡ്രൈ സോയിലിൻ്റെ ഡ്രൈ കേസും ഉണ്ട്, സാച്ചുറേറ്റഡ് കണ്ടീഷനും ഉണ്ട്. ഒരു സോയിൽ ഡ്രൈ ആണെന്ന് പറയുമ്പം അവിടെ എന്തൊക്കെ മാത്രമേ കാണത്തുള്ളൂ, സോളിഡും എയറും മാത്രമേ കാണത്തുള്ളൂ. അതൊരു സാച്ചുറേറ്റഡ് കണ്ടീഷൻ ആണെങ്കിൽ അവിടെ എയർ കാണുമോ, ഇല്ല, അവിടെ ഫുൾ എന്തായിരിക്കും, വെള്ളത്തിൻ്റെ അംശമായിരിക്കും. അപ്പം സോളിഡും വാട്ടറും ആയിരിക്കും കാണുന്നത്. ഇനി നമുക്ക് എന്തിലേക്ക് പോവാം, പ്രോപ്പർട്ടീസ് ഓഫ് സോയിലിലേക്ക് പോവാം. ഇനി ആ പ്രോബ്ലത്തിൻ്റെ കേസിലേക്ക് കടക്കാൻ പോകുന്നത്. അപ്പം ഇതിനെ റിലേറ്റ് ചെയ്തുള്ള ഏതൊരു ഇതുണ്ടെങ്കിലും അതിന് റിലേറ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പം വോയിഡ് റേഷ്യോ നമ്മൾ എന്തായിട്ട് സൂചിപ്പിക്കും, ആയിട്ട് സൂചിപ്പിക്കും. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വോയിഡ്
വോളിയം ഓഫ് വോയിഡ് ബൈ വോളിയം ഓഫ് സോളിഡ്സാണ്. ഇനി അത് പോറോസിറ്റി ആണെങ്കിൽ നമ്മൾ എങ്ങനെ സൂചിപ്പിക്കും? N ആയിട്ട് സൂചിപ്പിക്കും. അതെന്ന് പറയുമ്പോൾ വോളിയം ഓഫ് വോയിഡ്സും ടോട്ടൽ വോളിയം കൂടി ചേരുന്നതാണ്. ഡിഗ്രി ഓഫ് സാച്ചുറേറ്റഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ വെള്ളത്തിൻ്റെ കണ്ടീഷനാണ്. അപ്പോൾ വാട്ടറും വോയിഡ്സും ആയിരിക്കും അവിടെ കാണുന്നത്. ഇനി പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് എന്ന് പറയുന്നത് NA, അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് പെർസെൻറ്റേജിലായിരിക്കും. അപ്പോൾ വോളിയം ഓഫ് എയർ ബൈ എയർ അല്ലേ അവിടെ ഉള്ളത്, അപ്പം വോളിയം ഓഫ് എയർ ബൈ ടോട്ടൽ വോളിയം. എയർ കണ്ടന്റ് ആണെങ്കിൽ വോളിയം ഓഫ് എയർ ബൈ ടോട്ടൽ വോളിയം. ഇനി വാട്ടർ കണ്ടന്റ് കേസ് ആണെങ്കിൽ വെയിറ്റിലായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പം എങ്ങനെ വെയിറ്റ് ഓഫ് വാട്ടർ ബൈ വെയിറ്റ് ഓഫ് സോളിഡ്സ്. യൂണിറ്റ് വെയിറ്റ് ഇത് ചെയ്യുന്നത് യൂണിറ്റ് വെയിറ്റ് ഓർ ഡെൻസിറ്റി. ഗാമ എന്ന് പറയുന്നത് എന്തായിരിക്കും? വെയിറ്റ് ബൈ വോളിയം ആയിരിക്കും, അല്ലെങ്കിൽ മാസ് ബൈ വോളിയം ആയിരിക്കും. യൂണിറ്റ് വെയിറ്റ് ഓർ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഗാമയും റോയും. ഡെൻസിറ്റി റോ ആണ്, അന്നേരം അതെങ്ങനെയായിരിക്കും? മാസ് ബൈ വോളിയം ആയിരിക്കും. ഇനി ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ആണെങ്കിൽ ഗാമ ഡി. ഡ്രൈ ഡെൻസിറ്റി ആണെങ്കിൽ ഇവിടെ എന്താവും? MS ബൈ V എന്നുള്ള രീതി വരും. ഇവിടെ WS ബൈ V. ഇനി സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് ആണെങ്കിൽ ഗാമ സാറ്റ്, അപ്പം W സാറ്റ് ബൈ V എന്നുള്ള രീതിയിൽ വരും. ഇനി സബ്മെർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ആണെങ്കിൽ W സബ് ബൈ V. അതൊക്കെ ഡിറൈവ് ചെയ്ത ഒരു ഇക്വേഷൻസ് ഉണ്ട്, അതെങ്ങനെയാണ് വരുന്നതെന്നും ഒക്കെ നിങ്ങൾ നോക്കി പഠിച്ചോണം. അല്ലെങ്കിൽ നമുക്ക് ഗാമ ഡാഷ്, അതായത് സബ്മെർജ്ഡ് കണ്ടീഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഗാമ സാറ്റ് മൈനസ് ഗാമ W. ഇനി നമ്മൾ പറഞ്ഞു മെയിനായിട്ടുള്ള 2 ടോപ്പിക്കുകളാണ് ഏതൊക്കെ? സെൻസിറ്റിവിറ്റിയും തിക്സോട്രോഫിയും. സെൻസിറ്റിവിറ്റി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ? QU ഓഫ് U ബൈ QU ഓഫ് R. QU ബൈ U എന്ന് പറഞ്ഞാൽ എന്താ? അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ഡിസ്റ്റർബ്ഡ് ക്ലെയ. U ഇതെന്ന് പറയുന്നത്. ഇനി R എന്ന് പറയുന്നത് എന്താ? റീമൗൾഡഡ് ക്ലെയ. അൺഡിസ്റ്റർബ്ഡ് ക്ലെയും റീമൗൾഡഡ് ക്ലെയും. മനസ്സിലായോ? അതാണ് അവിടെ പറയുന്നത്. ഇനി സബ്മെർജ്ഡ് വെയിറ്റിനെ നമ്മൾക്ക് വേറൊരു രീതിയിലൂടെ പറയാം, ആർക്കിമീഡ്സ് പ്രിൻസിപ്പിൾ എന്നുള്ള രീതിയിൽ പറയാം. ഇനി ബോയൻ ഫോഴ്സ് എന്ന ക്വസ്റ്റ്യനിൽ പറയുന്നതെങ്കിലും എന്താ കണ്ടുപിടിക്കേണ്ടത്? സബ്മെർജ്ഡ് വെയിറ്റ് ഓഫ് സോളിഡ് സോയിൽ എന്നാ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഓക്കെ ആണല്ലോ. അപ്പം ഈ പ്രോപ്പർട്ടീസ് ഓഫ് സോയിലിൻ്റെ ഈ ഇക്വേഷൻസ് എല്ലാം, അതായത് ഈ നൊട്ടേഷൻസ് എല്ലാം ഓർത്ത് വെച്ചേക്കണം, ഇക്വേഷൻസ് എല്ലാം ഓർത്ത് വെച്ചേക്കണം. ഈ ഒരു ഇക്വേഷൻസിൽ നിന്ന് നമ്മൾ എന്ത് ഡിറൈവ് ചെയ്യുന്ന? റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. അപ്പം അടുത്ത റിലേഷൻഷിപ്പ് നോക്കാമല്ലോ. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വോയിഡ് റേഷ്യോ ആൻഡ് പോറോസിറ്റി തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പം വോയിഡ് റേഷ്യോ ആൻഡ് പോറോസിറ്റി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? E എന്ന് പറയുന്നത് N/1 - N ആയിരിക്കും. N ആവുമ്പം Nൻ്റെ സ്ഥാനത്ത് എന്താവും? E ആവും, പക്ഷേ മൈനസ് എന്നുള്ളത് പ്ലസ് ആയിട്ട് മാറും. ഈ ഡെറിവേഷൻ ഇതൊക്കെ ഡിറൈവ് ചെയ്ത് വന്നത് പഠിച്ചോണം, പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇനി എയർ കണ്ടന്റ് ആൻഡ് പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ നൊട്ടേഷൻസ് ഓർത്ത് വെച്ചേക്കണം. NA = N ഇൻറ്റു പോറോസിറ്റി ഇൻറ്റു എയർ വോയിഡ്സ് എന്ന് പറയുന്നത് എന്ത്? പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് എന്ന് പറയുന്നത്. എയർ കണ്ടന്റ് എന്ന് പറയുന്നത് എന്ത്? പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ്. ഇനി മെയിനായിട്ട് വരുന്നതാണ് ഇനി ചോദിക്കുന്നത്, അതായത് പ്രോബ്ലം ചെയ്യാൻ വേണ്ടതാണ് ഇനി അങ്ങോട്ട് താഴോട്ട് പറയുന്നത്. ഈ വോയിഡും വാട്ടർ കണ്ടന്റും സ്പെസിഫിക് ഗ്രാവിറ്റിയും ഡിഗ്രി ഓഫ് സാച്ചുറേഷനും ചേർന്നുള്ള ഇക്വേഷനാണ് സേവക്. ഇങ്ങനെ പഠിച്ചു വെക്കണം, സേവക്, SCWG, സേവക്. അത് ഓർത്ത് വെച്ചേക്കണം. ഇനി ബൾക്ക് യൂണിറ്റ് വെയിറ്റും ഡ്രൈ യൂണിറ്റ് വെയിറ്റും തമ്മിലുള്ള ഇക്വേഷനാണ് ഗാമ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗാമ D × 1 + W. ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഗാമ തന്നിട്ടുണ്ട്, W തന്നിട്ടുണ്ട്, ഗാമ D തന്നിട്ടുണ്ട്, W തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗാമ കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇനി ഗാമ D നമുക്ക് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഗാമയും W ഉണ്ടെങ്കിൽ ഗാമ D = γ/1 + W. ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അതൊക്കെ നിങ്ങൾ ആ ഡെറിവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്താണ് അതെല്ലാം നോട്ട് ചെയ്ത് വെക്കേണ്ടത്, എങ്ങനെയൊക്കെ ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാൻ. ഇനിയുള്ളത് എന്തൊക്കെയാ? ബൾക്ക് യൂണിറ്റ് വെയിറ്റും സ്പെസിഫിക് ഗ്രാവിറ്റിയും വോയിഡ് റേഷ്യോവും എല്ലാം കൂടെ ഉള്ളൊരു ഇക്വേഷനാണ് ഇനി പറയാൻ പോകുന്നത്. അത് നോക്കിയേ. ഗാമ = γ × G + ES/1 + C. ഇതൊരു സാച്ചുറേറ്റഡ് കണ്ടീഷൻ ആണെങ്കിൽ അവിടെ ഗാമയുടെ വാല്യൂ എന്തായിരിക്കും? അതിന് സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ 100%. അപ്പം എന്തായിരിക്കും? 1 അല്ലേ എസിൻ്റെ വാല്യൂ. അപ്പം ഗാമ സാച്ചുറേറ്റഡ് കണ്ടീഷൻ ആണെങ്കിൽ ഗാമ സാറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാ. ഇനി അതാണെങ്കിൽ ഡ്രൈ കണ്ടീഷൻ ആണെങ്കിൽ എന്തായി പോവും? GγW/1 + C എന്നുള്ള ഇയുടെ വാല്യൂ അവിടെ എന്തായി പോവും? 0 ആയിട്ട്. എസിൻ്റെ വാല്യൂ അവിടെ എന്തായി പോവും? 0 ആയിട്ട് പോവും. സാച്ചുറേറ്റഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അവിടെ 100% വാട്ടറാണ്. ഇനി
അവിടെ സൺ ഡ്രൈ കണ്ടീഷൻ ആണെങ്കിൽ അവിടെ ഒന്നും ഇല്ലല്ലോ, അവിടെ 0 അല്ലേ. അപ്പം G ഗാമ ബൈ 1+C. ഇനി അത് സബ്അമൃതഡ് കണ്ടീഷനിലാണെങ്കിൽ എന്താ, ഗാമ ഡബ്ല്യു ഇൻറ്റു G-1/1+C എന്നുള്ള ഇക്വേഷനിലേക്ക് പോകും. അപ്പം ഈ ഇക്വേഷൻസ് വന്നത് എങ്ങനെയാണെന്ന് മെയിനായിട്ടും ഡിറൈവ് ചെയ്ത് പഠിക്കണം. ഇനിയാണെങ്കിൽ നമ്മൾക്ക് പ്രോബ്ലംസിലേക്ക് പോവാം. ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് 1 cubic meter ഓഫ് വെറ്റ് സോയിൽസ് വെയിങ് 19.8 കിലോമീറ്റർ. ആ ഒരു സോയിലിൻ്റെ വെയിറ്റ്, സോയിലിൻ്റെ മൊത്തത്തിലുള്ള വെയിറ്റ് ആണ് 19.8 എന്ന് പറയുന്നത്. അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട് 2.7 ആണെന്ന്. വാട്ടർ കണ്ടന്റ് തന്നിട്ടുണ്ട് 11% ആണ്. വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കണം, ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കണം, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കണ്ടുപിടിക്കണം. അപ്പം ഇതിനകത്ത് നമുക്ക് വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കാൻ ഉള്ള ഇതൊന്നും നമുക്കില്ല. അതായത് ഈ റിലേറ്റ് ചെയ്ത് നമുക്ക് ആകെ ഉള്ളതെന്ന് പറയുന്നത് ES = WG വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ ഇതിനകത്താണെങ്കിൽ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ വേണം, വാട്ടർ കണ്ടന്റ് വേണം, സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ട്. അപ്പം ഇത് രണ്ടും ഇല്ലാതെ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പം പിന്നെ നമുക്കുള്ളത് പോറോസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാമായിരുന്നു. അപ്പം അതും പോറോസിറ്റിയും ഇല്ല. ഇനി ഗാമ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഈ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാമായിരുന്നു. അപ്പം ഈ 3 കണ്ടീഷനിലും വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇതൊന്നും ഇല്ല. അപ്പം നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ അവർ ഒരു ഹിൻഡ് തന്നിട്ടുണ്ട്, വെയിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ബൾക്ക് യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും, ബെഡ് ബൈ വോളിയം വെച്ചിട്ട്. മനസ്സിലായോ? വെയിറ്റ് ബൈ വോളിയം വെച്ചിട്ട്. അപ്പം വോളിയം ഓഫ് ദ ഇതെന്ന് പറയുന്നത് എന്താ, 1 cubic meter ആണെന്നും അവർ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗാമ വാല്യൂ കിട്ടുമല്ലോ. ഗാമ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഗാമ വാല്യൂ നമുക്ക് കിട്ടി. ഇനി ഗാമ ഡി കണ്ടുപിടിച്ചൂടെ. അപ്പം ഗാമ ബൈ 1+W വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് എന്ത് കിട്ടി, ഗാമ ഡി വാല്യൂ കിട്ടി. ഇനി ഗാമ ഡി വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഗാമ ഡി വാല്യൂ ഉണ്ട്, നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, വാല്യൂ കണ്ടുപിടിച്ചൂടെ. അപ്പം എങ്ങനെ നമുക്ക് എടുക്കാം, ഗാമ WG/1+C വെച്ചിട്ട് നമുക്ക് ഗാമ ഡി വാല്യൂ കണ്ടുപിടിക്കാം. ഗാമ = ഗാമ ഡി ഇൻറ്റു 1+W വെച്ചിട്ട് നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. ഗാമ WG/1+C വെച്ചിട്ട് നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. അപ്പം വാല്യൂ കിട്ടിയാൽ അപ്പം ഡ്രൈ ഡെൻസിറ്റിയും കിട്ടി, വോയിഡ് റേഷ്യോയും കിട്ടി. ഇനി നമുക്ക് വേണ്ട എന്താ, ഡിഗ്രി ഓഫ് സാച്ചുറേഷനാണ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, ആകെയുള്ള ഇക്വേഷൻ ഇതാ, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കണ്ടുപിടിക്കാനുള്ള. പിന്നെ അല്ലെങ്കിൽ ഇതാ അല്ലേ. അപ്പം ഈ കണ്ടീഷനിൽ നമുക്ക് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ നോക്കാം കിട്ടുമോയെന്ന്. വാല്യൂ ഉണ്ട്, വാട്ടർ കണ്ടന്റ് ഉണ്ട്, സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ട്. വാല്യൂ കിട്ടിയില്ലേ. അപ്പം അതും ഓക്കെ ആണേ. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ മൊത്തത്തിൽ മനസ്സിലായല്ലോ. അപ്പം നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്, വെയിറ്റും വോളിയം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ബൾക്ക് യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ക്വസ്റ്റ്യനകത്ത് വോയിഡ് റേഷ്യോ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, വോയിഡ് റേഷ്യോ ഡ്രൈ ഡെൻസിറ്റി വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. പോറോസിറ്റി കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ ഈ വോയിഡ് റേഷ്യോയുടെ കേസിൽ നമുക്ക് പോറോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. വാല്യൂ കണ്ടുപിടിച്ചിട്ട് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഈ ഇക്വേഷനിലേക്ക് കൊണ്ടിടാന്നുള്ളതേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പം അതും കിട്ടിയല്ലോ. പിന്നെ നമുക്ക് കണ്ടുപിടിക്കുന്നത് ഡിഗ്രി ഓഫ് സാച്ചുറേഷനാണ്. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ്റെ ഇത്രയും കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇതൊന്നുമില്ല, അതായത് വാട്ടർ കണ്ടൻറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഗാമ ഡബ്ല്യു ഉണ്ട്, ജി ഉണ്ട്, ES ഉണ്ട്, 1+C. ഇനി എപ്പോഴും ഗാമ ഡബ്ല്യുവിൻ്റെ വാല്യൂ എപ്പോഴും എത്രയായിരിക്കും, ക്വസ്റ്റ്യനിൽ 9.81 എടുക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ 9.81 തന്നെ എടുക്കണം. ഇനി ക്വസ്റ്റ്യനിൽ 9.81 അല്ല 10 പറയുന്നതെങ്കിൽ 10 എടുക്കണം. ക്വസ്റ്റ്യനിൽ 10 എന്നോ 9.81 എന്നോ ഒന്നും പറയുന്നില്ലെങ്കിൽ നമ്മൾ എന്തെടുക്കണം, 9.81 തന്നെ എടുക്കണം. മനസ്സിലായല്ലോ. അപ്പം ഈ ക്വസ്റ്റ്യൻ ഓക്കെയാണ്. ഇനി ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിലബസ് ക്വസ്റ്റ്യനാണ്. സിലബസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലബസ് ക്വസ്റ്റ്യൻ, അതായത് സിലബസിലെ ക്വസ്റ്റ്യനാണ് ഇത്. അപ്പം ഈ ക്വസ്റ്റ്യനകത്ത് അവർ പറയുന്നുണ്ട് എന്താ,
ക്ലേ സോയിലാണ്, അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1.26 ആണെന്ന്. ഇതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യനകത്ത് ഡെൻസിറ്റി തന്നിട്ടുണ്ട്, വാട്ടർ കണ്ടൻറ്റ് തന്നിട്ടുണ്ട്, സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കണം, വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കണം, പോറോസിറ്റി കണ്ടുപിടിക്കണം. ഇത്രയും കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമുക്ക് എന്താ കണ്ടുപിടിക്കാം? വോളിയം ഓഫ് സോയിൽ അങ്ങ് കണ്ടുപിടിക്കാം. ഗാമ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെ? ഗാമ വാല്യൂ ഉണ്ട്, വെയിറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ വോളിയം കണ്ടുപിടിക്കാൻ പറ്റും? ഗാമ ഈസിക്കൽ ടു ഡബ്ല്യു ബൈ വോളിയോ. നമുക്ക് വോളിയോ കാണണ്ട. ഗാമ വാല്യൂ ഉണ്ട്, ഡബ്ല്യു ഉണ്ട്. നേരത്തെ ക്വസ്റ്റ്യനകത്ത് വോളിയവും വെയിറ്റും തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കണം, ബൾക്ക് യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിക്കണമായിരുന്നു. അപ്പം നമുക്ക് ഗാമ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനകത്തുനിന്നും വോളിയം കിട്ടിയല്ലോ. വോളിയത്തിൻ്റെ എപ്പോഴും യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബ് ആയിരിക്കും. ഇനി ഇത് ഇത്രയാണ് ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത്. 15% എന്നുള്ളത് പെർസെൻറ്റേജിനെ കൺവേർട്ട് ചെയ്യുമ്പോഴാണ് 0.15 കിട്ടുന്നത്. അപ്പോൾ നമുക്കിനി ഓരോന്ന് കണ്ടുപിടിച്ചോടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കേണ്ടത്. ഗാമ വാല്യൂ ഉണ്ട്, വാട്ടർ കണ്ടൻറ്റും ഉണ്ട്. നമുക്ക് ഗാമ ഡി കണ്ടുപിടിച്ചൂടെ? ഇങ്ങനെ വെച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പം വാല്യൂ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? വോയിഡ് റേഷ്യോ. വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഗാമ ഡി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഗാമ ഡബ്ല്യു ഇൻറ്റു ജി ബൈ 1+E. ഗാമ ഡി ഉണ്ട്, ജി ഉണ്ട്, ഗാമ ഡബ്ല്യു ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ കണ്ടുപിടിച്ചോടെ. ഇനി പോറോസിറ്റി. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പോറോസിറ്റി, അതായത് എപ്പോഴും വോയിഡ് റേഷ്യോ കണ്ടുപിടിച്ചാലേ നമുക്ക് പോറോസിറ്റിയിൽ എത്താൻ പറ്റത്തുള്ളൂ. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഇക്വേഷൻസ് എല്ലാം ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക എന്നുള്ള ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എങ്ങനെ കിട്ടിയെന്നുള്ളത് മാർഗം നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക, അതേ ഉള്ളൂ. അപ്പം അതിൽ നിന്ന് നമുക്ക് പോറോസിറ്റി കിട്ടി. ഇനി ഇ ഉണ്ട്, എസ് ഉണ്ട്, ഇ ഉണ്ട്, വാട്ടർ കണ്ടന്റ് ഉണ്ട്, സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കണ്ടുപിടിച്ചൂടെ? കിട്ടി. ഇനി നമുക്ക് വേണ്ടത് സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റാണ്. സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ അറിയാം, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എങ്ങനെയാണ് സാച്ചുറേറ്റഡ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. സാച്ചുറേറ്റഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അവിടെ എസ് വാല്യൂ എന്തായിപ്പോവും? 1 ആയിപ്പോവും. അപ്പോൾ ഗാമ ഡബ്ല്യു ഇൻറ്റു ജി പ്ലസ് ഇ ബൈ 1+E. ഗാമ ഡബ്ല്യു ഉണ്ട്, ജി ഉണ്ട്, ഇ ഉണ്ട്. അപ്പോൾ നമുക്ക് സാച്ചുറേറ്റഡ് കണ്ടീഷൻ കിട്ടത്തില്ലേ? അപ്പോൾ ദേ സാച്ചുറേറ്റഡ് കണ്ടീഷൻ്റെ ഇതും കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്താ? സബ്മെർജ്ഡാണ്. സബ്മെർജ്ഡിനെ നമ്മൾ പറഞ്ഞായിരുന്നു, അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഗാമ ഡാഷിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഗാമ സാച്ചുറേറ്റഡിൻ്റെ വാല്യൂയും ഗാമ ഡബ്ല്യൂയുടെ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഗാമ ഡാഷ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി സാച്ചുറേറ്റഡിൻ്റെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ മുകളിൽ പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഗാമ ഡബ്ല്യു വാല്യൂ എപ്പോഴും നമുക്കറിയാം 9.81 അല്ലെങ്കിൽ 10 ആയിരിക്കുമെന്ന്. ഗാമ സാറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് നമ്മൾ അങ്ങോട്ട് യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? സബ്മെർജ്ഡ് കണ്ടീഷൻ കിട്ടും. ഇനി ഏഴാമത്തെ വോളിയം നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇക്വേഷൻസ് എല്ലാം നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ച് അത് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ആ ക്വസ്റ്റ്യൻ്റെ താഴെ, അതായത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. ഇനി ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2021 ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചേ. ഈ ക്വസ്റ്റ്യനകത്ത് അവർ നമ്മൾ എന്തൊക്കെ പറയുന്നുണ്ട്? വോളിയം തന്നിട്ടുണ്ട്, വെയിറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? കോർ കട്ടറിൻ്റെ ഇതും തന്നിട്ടുണ്ട്. കുറച്ച് ഇതായിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പം നമ്മളതൊന്ന് മനസ്സിലാക്കി എഴുതി നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പം ലബോറട്ടറി നമുക്ക് വേണ്ട കാര്യങ്ങൾ വാട്ടർ കണ്ടൻറ്റ് തന്നിട്ടുണ്ട്, സ്പെസിഫിക് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബൾക്ക് ഗാമ വാല്യൂ, ഗാമ ഡിയും, വോയിഡ് റേഷ്യോ, ഡിഗ്രി ഓഫ് സാച്ചുറേഷനാണ്. വി വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത് സെൻറ്റിമീറ്റർ ക്യൂബിലാണ്. അപ്പോൾ നമ്മൾ അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്തു? മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്ത്. മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് MG കോർ കട്ടർ മാസ് തന്നിട്ടുണ്ട്. പിന്നെ കട്ടറും സോയിലും തമ്മിലുള്ളത് തന്നിട്ടുണ്ട്. നമുക്ക് വെയിറ്റ്, അതായത് വെറ്റ് സോയിലിൻ്റെ മാത്രം വെയിറ്റ് കണ്ടുപിടിച്ചൂടെ ഇതിൽ നിന്ന്? സോയിൽ മാസും കട്ടറും കൂടെ ഉള്ളതിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട്, ആ കട്ടറിൻ്റെ മാത്രം വെയിറ്റ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വെയിറ്റ് ഓർ മാസ് ഓഫ് വെറ്റ് സോയിൽ കിട്ടും. ഇനി നമുക്ക് ക്വസ്റ്റ്യനകത്ത് വാട്ടർ കണ്ടൻറ്റ് തന്നിട്ടുണ്ട്, സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. ഗാമ ഡബ്ല്യൂൻ്റെ വാല്യൂ എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ 9.81 10 യൂസ് ചെയ്ത് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ബൾക്ക് യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിക്കേണ്ടത്. ബൾക്ക് യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഗാമ വാല്യൂ കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യന് ഗാമ വാല്യൂ വന്നിട്ടില്ലല്ലോ. ഗാമ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾക്ക് യൂണിറ്റ് വെയിറ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഗാമ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം വെയിറ്റ് ബൈ വോളിയം, വെയിറ്റ് തന്നിട്ടുണ്ട്, വോളിയവും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഗാമ വാല്യൂ കണ്ടുപിടിച്ചൂടെ?
കണ്ടുപിടിച്ചൂടെ? അപ്പം എത്രയാണ് വരുന്നത്? ഇത് വന്നു. ഇനി ഇതിനെ യൂണിറ്റ് വെയിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് നല്ലതാ, ചെയ്യാത്തതിലായാലും കുഴപ്പമില്ല. അപ്പം ഇങ്ങനെ കിട്ടും. ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ആണ്. ഗാമ കണ്ടുപിടിക്കേണ്ട മാസ് ബൈ വോളിയോ അല്ലെങ്കിൽ വെയിറ്റ് ബൈ വോളിയോ യൂസ് ചെയ്ത് ചെയ്യാം. വെയിറ്റ് ബൈ വോളിയോ ആണെങ്കിൽ 1.82/0.01 മീറ്റർ ക്യൂബ് അത് നമ്മൾ എടുത്തു. ഇനി അത് യൂണിറ്റ് വെയിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്നെങ്കിൽ നമ്മൾ 9.81 കൊണ്ട് ചെയ്താൽ മതി. അതായത് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബിലോട്ട് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? 9.81 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പം അത് കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡ്രൈ യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിക്കാം. അപ്പം ഗാമ ഉണ്ടെങ്കിൽ ഗാമ ഡി ഇൻറ്റു 1+W വെച്ചിട്ട് നമുക്ക് എന്തും കണ്ടുപിടിക്കാൻ പറ്റും? ഗാമയുടെ വാല്യൂം കണ്ടുപിടിക്കാൻ പറ്റും. ഗാമ ഡി വാല്യൂം കണ്ടുപിടിക്കാൻ പറ്റും. അതുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. ഇതെല്ലാം പഴയ ക്വസ്റ്റ്യന് ചെയ്തതുപോലെ തന്നെ ഉണ്ടോ? സ്പീഡ് അപ്പോൾ പോകുന്നത് കാണിച്ചു തന്നിട്ട് ഇത് ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കും? വോയിഡ് റേഷ്യോ. ഇനി ഇവിടെ പോറോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നമുക്ക് മറ്റേ ഇക്വേഷൻ വെച്ചിട്ട് N=E/1 - E എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്തും കണ്ടുപിടിക്കാം? പോറോസിറ്റിയും കണ്ടുപിടിക്കാൻ പറ്റും. ഇനിയാണെങ്കിൽ നമുക്ക് ഡിഗ്രി ഓഫ് സാച്ചുറേഷനും പഴയതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് പോലെ ചെയ്യണം. ഇവിടെ പോറോസിറ്റി ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ N=E/1 + E വെച്ചിട്ട് നമ്മൾക്ക് പോറോസിറ്റി കണ്ടുപിടിക്കാം. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഇത് നോക്കണ്ട കേട്ടോ, ഇത് വേറൊരു ഇതിൻ്റെയാണ്. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ES=GW/E ഉള്ള യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി? സാച്ചുറേറ്റഡ് കണ്ടീഷൻ്റെ ഇതും കിട്ടി. അപ്പം ഈ ക്വസ്റ്റ്യനിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ ഒരു ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ബൾക്ക് യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിക്കണം. അപ്പം ഇവിടെ ആണെങ്കിൽ മൊത്തത്തിലുള്ളതിൻ്റെ വെയിറ്റാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ വെയിറ്റിലേക്ക് എടുത്തത്, സോയിലിൻ്റെ മാത്രം വെയിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തെടുത്തത്. അത്ര മാത്രമേ ഉള്ളൂ അവിടെ വരുന്ന ഒരു കൺഫ്യൂഷൻ. ബാക്കിയെല്ലാം മുമ്പേ പ്രീവിയസ് ആയിട്ട് പറഞ്ഞ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ് ചെയ്യുന്നത് എല്ലാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതും ഒരു എന്ത് ക്വസ്റ്റ്യനാണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. ഇതിനകത്തും പറയുന്ന 1 cubic meter ഓഫ് വെറ്റ് സോയിൽ വെയ്സ് 20 kN. സോയിലിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട്, ഡ്രൈ വെയിറ്റ് തന്നിട്ടുണ്ട്, സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്, പോറോസിറ്റി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തൊക്കെയാണ്? പഴയതുപോലെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് ഡിഗ്രി ഓഫ് നമുക്ക് വാട്ടർ കണ്ടൻറ്റും കണ്ടുപിടിക്കണം. അപ്പം നമ്മൾക്ക് ഇതിനകത്തുനിന്ന് എന്ത് കണ്ടുപിടിക്കാം? ഗാമ ഡി വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഗാമ വെച്ചിട്ട് നമുക്ക് ഗാമ ഡി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പം വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോർമുല മാത്രമേ ഉള്ളൂ. ഏത് ഫോർമുല? ഗാമ ഡി ഇൻറ്റു 1+WC എന്നുള്ള ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. ഈ WC ഇട്ടേക്കുന്ന ക്വസ്റ്റ്യൻ WC കണ്ടുപിടിക്കാനാണെന്നുള്ളതിൻ്റെ WC ആണ്, അല്ലാതെ മൾട്ടിപ്ലൈ ചെയ്യുന്ന WC അല്ല കേട്ടോ. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? WC ഗാമ ക്വസ്റ്റ്യന് തരാത്തതുകൊണ്ട് നമ്മൾക്ക് വെയിറ്റും വോളിയവും തന്നിട്ടുള്ളത് കൊണ്ട് അങ്ങനെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഗാമ ഡി കണ്ടുപിടിക്കണം. ഗാമ ഡി എന്ന് പറയുന്നത് എങ്ങനെയാ? ഗാമ ഡി അല്ല കണ്ടുപിടിക്കേണ്ട, വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കണം. വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് വോയിഡ് റേഷ്യോ കിട്ടാതെ ഈ പോറോസിറ്റി കിട്ടത്തില്ല. മനസ്സിലായോ? ഇപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അപ്പോൾ വോയിഡ് റേഷ്യോ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എപ്പോഴും പോറോസിറ്റി കണ്ടുപിടിക്കാവുള്ളൂ. അതുപോലെ ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് ലാസ്റ്റ് എന്ത് കണ്ടുപിടിക്കാവുള്ളൂ? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കണ്ടുപിടിക്കാവുള്ളൂ. അപ്പം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇയുടെ വാല്യൂ കിട്ടും. ഇനി പോറോസിറ്റി ആണെങ്കിൽ എങ്ങനെയായിരിക്കും? N വാല്യൂ വെച്ചിട്ട് നമുക്ക് പോറോസിറ്റിയുടെ വാല്യൂ കിട്ടി. ഇനി ഇതെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനകത്ത് ആകെ സ്പെസിഫിക് ഗ്രാവിറ്റി മാത്രമേ തന്നിട്ടുള്ളായിരുന്നു. ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ഗ്രാവിറ്റി മാത്രമേ തന്നിട്ടുള്ളായിരുന്നു. അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ച്? ഡബ്ല്യുവിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു, ഇയുടെ വാല്യൂ കണ്ടുപിടിച്ചു, പിന്നെ എസ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട. അപ്പം ഇത്രയുമാണ് ഇതിൽ പറയുന്നത്. ഇനി ചില ക്വസ്റ്റ്യനകത്ത് പറയും ഫേസ് ഡയഗ്രാം കൂടി വരയ്ക്കാൻ പറയും. അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അത് പ്രീവിയസ് ഇയർ ആയിട്ട് ഒരു ക്വസ്റ്റ്യനിൽ എന്താ ഞാൻ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ ഫേസ് ഡയഗ്രാം കൂടെ ഡ്രോ ചെയ്യുന്നുള്ള രീതിയിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമുക്കറിയാം വെറ്റ് യൂണിറ്റ് വെയിറ്റ് എത്ര ആണെന്ന്, 20 kN/m³. അപ്പം നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യണം. എന്തിലേക്ക്? മാസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം അതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലായോ? അപ്പം കിലോഗ്രാമിലേക്ക് കിട്ടും. ഡിവൈഡഡ് ബൈ 9.81 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിലോഗ്രാമിലേക്ക് കിട്ടും. ഇനി ടോട്ടൽ വെറ്റ് മാസ് കണ്ടുപിടിക്കുക. ഇനി മാസ് ഓഫ് ദ സോളിഡാണ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ക്വസ്റ്റ്യനകത്ത് എത്രയാണെന്ന് 18 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം 18 × 1000 ഡിവൈഡ് ബൈ 9.81 കിട്ടുമ്പോൾ അത് കിട്ടും. ഇനി മാസ്, ടോട്ടൽ മാസും സോളിഡും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? വാട്ടറിൻ്റെ കേസ് കണ്ടുപിടിച്ചൂടെ?
നമ്മളതെല്ലാം ഫേസ് ഡയഗ്രാമിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതെല്ലാം നിങ്ങൾ റിലേഷൻഷിപ്പും കാര്യങ്ങളും ഡിറൈവ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കിയിട്ട് ഈ പ്രോബ്ലം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പം. ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇനി അതിൽ നിന്ന് നമുക്ക് വോളിയം ഓഫ് സോളിഡ് കണ്ടുപിടിച്ചൂടെ? മാസ് ബൈ ഇത് വെച്ചിട്ട്, അതായത് മാസ് ബൈ വോളിയം ആണ്. നമ്മൾ ഗാമ ഈക്വൽ ടു മാസ് ബൈ വോളിയം, അല്ല ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. നമുക്കിവിടെ വോളിയം ഓഫ് സോളിഡ് കണ്ടുപിടിക്കേണ്ടത് കൊണ്ടാണ് മാസ് ബൈ ഡെൻസിറ്റി എടുത്തേക്കുന്നത്. അപ്പം ഈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ ഡെൻസിറ്റി എപ്പോഴും 2670 ആയിരിക്കും. അല്ല, വാട്ടറിൻ്റെ സോളിൻ്റെ ഡെൻസിറ്റി എപ്പോഴും 2670 ആയിരിക്കും. വാട്ടറിൻ്റെ ഡെൻസിറ്റി എപ്പോഴും 1000 ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വോളിയം ഓഫ് വാട്ടറും വോളിയം ഓഫ് സോളിഡും കിട്ടിയല്ലോ. ഇനി നമുക്ക് വേണ്ട എന്താ? വോളിയം ഓഫ് വോയിഡ്സാണ് വേണ്ടത്. നമുക്കറിയാം 1 അതായത് വോളിയം കണ്ടുപിടിക്കേണ്ടത് 1 - VS ആയിരിക്കും. വോളിയം ഓഫ് വോയിഡ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിലെ ഡെറിവേഷനിൽ നിന്നും മനസ്സിലാക്കി എടുക്കാനുള്ളതാട്ടോ. പിന്നെ വോളിയം ഓഫ് എയർ എന്ന് പറയുന്നത് വോളിയം ഓഫ് വോയിഡ്സ് മൈനസ് വോളിയം ഓഫ് വാട്ടർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വോളിയം ഓഫ് എയർ കിട്ടും. അപ്പം നമുക്കൊരു ഫേസ് ഡയഗ്രാം സിസ്റ്റം വരയ്ക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് എല്ലായിടത്തും ചോദിക്കത്തില്ല, വേണമെങ്കിൽ മാത്രം നിങ്ങളിതൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇതിനകത്ത് ക്വസ്റ്റ്യനകത്ത് പറയുന്നില്ല, പിന്നെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് മാത്രം ഞാൻ ഇതുകൂടെ കാണിച്ചെന്നേ ഉള്ളൂ. ഇനി ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ടർ കണ്ടന്റ് തന്നിട്ടുണ്ട്, വെറ്റ് യൂണിറ്റ് വെയിറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതായത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ സോളിഡ് ആണ്. നമുക്ക് പഴയതുപോലെ തന്നെ ക്വസ്റ്റ്യനകത്ത് എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കാം. ഡെൻസിറ്റി ഉണ്ട്, വോയിഡ് റേഷ്യോ ഉണ്ട്, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഉണ്ട്. ഇതിൽ അവർ പറയുന്നുണ്ട് ഗാമ ഡബ്ല്യു വാല്യൂ എത്രയായിട്ട് എടുക്കണമെന്ന്? 10 kN/m³ ആയിട്ട് എടുക്കണമെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വാട്ടർ കണ്ടന്റ് ഉണ്ടോ? വാട്ടർ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഗാമ വാല്യൂ അവർ തന്നിട്ടുണ്ട്, യൂണിറ്റ് വെയിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഗാമ ഡി കിട്ടി. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ആരും ആലോചിക്കരുത് എന്താ ഇവിടെ ഗാമ ഡബ്ല്യു വാല്യൂ 10 എടുക്കാൻ പറഞ്ഞതെന്ന്. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് 10 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടിയേ. ഇനി അടുത്ത എന്താ? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കണ്ടുപിടിക്കണം. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് കണ്ടുപിടിക്കാൻ ഇക്വേഷൻസ് അറിയാമല്ലോ. അപ്പം ഈ ക്വസ്റ്റ്യനകത്ത് ഇതും സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇതും സിമ്പിൾ ഒരു ക്വസ്റ്റ്യനാണ്. പക്ഷേ ഈ ഒരു ഫേസ് ഡയഗ്രാം പറയുവാണെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്തെടുക്കണമെന്ന് മാത്രം. മനസ്സിലായോ? ഇനി ആണെങ്കിൽ ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. അതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഡെൻസിറ്റി ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ റിലേറ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ പറയുവാണെങ്കിൽ കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യനായത്. അപ്പം ഇതിനകത്താണെങ്കിൽ ഡ്രൈ യൂണിറ്റ് വെയിറ്റ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഡ്രൈ യൂണിറ്റ് വെയിറ്റ് തന്നിട്ടുണ്ട്, വെയിറ്റ് ഓഫ് ഡ്രൈ സോയിൽ തന്നിട്ടുണ്ട്, 1 ലിറ്റർ ആണെന്ന് പറയുന്നുണ്ട്. അത് ലൂസസ്റ്റ് സ്റ്റേറ്റിലും ഡെൻസസ്റ്റ് സ്റ്റേറ്റിലും. പിന്നെ അതിൻ്റെ എത്രയൊക്കെയാ വെയിറ്റ് തന്നിട്ടുണ്ട്, എത്രയൊക്കെ 14 ആണെന്നും 18 ആണെന്നും തന്നിട്ടുണ്ട്. വോളിയം 1 ലിറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. റിലേറ്റീവ് ഇൻഡെക്സ് നമ്മുടെ കേസിൽ ചിലപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള റിലേറ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാ: ഇ മാക്സ് മൈനസ് ഇ ബൈ ഇ മാക്സ് മൈനസ് ഇ മിനിമം. നമ്മൾക്ക് ഇ മാക്സും ഇ കണ്ടുപിടിക്കാനുള്ള അത്രയൊന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അതിന് വേറൊരു ഇക്വേഷനുണ്ട്. എന്താ? ഗാമ ഡി മൈനസ് ഗാമ ഡി ലൂസ് ബൈ ഗാമ ഡി. അതായത് യൂണിറ്റ് വെയിറ്റിൻ്റെ കേസിൽ ക്വസ്റ്റ്യന് തന്നേക്കുന്നത് കൊണ്ട് അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഗാമ ഡി ലൂസ് കണ്ടുപിടിച്ചോടെ, ഗാമ ഡി ഡെൻസ് കണ്ടുപിടിച്ചോടെ, വെയിറ്റ് ബൈ വോളിയം വെച്ചിട്ട് ബൾക്ക് യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിക്കാം. അപ്പം അത് ഇക്വേഷനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈയുടെ കേസിലും ചെയ്യാൻ പറ്റും. ഈയുടെ കേസിലാണെങ്കിൽ വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഗാമാഡിയിൽ നിന്നും വോയിഡ് റേഷ്യോ പോകണം, വോയിഡ് റേഷ്യോയിൽ നിന്നും ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ അത്രയൊന്നും പോകണ്ട. ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുവാണെങ്കിൽ ഇതങ്ങ് ചെയ്താൽ മതി. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പം ഇതും കൂടെ ഒന്ന് നോക്കിക്കോ. 1 ലിറ്ററിനെ നമ്മൾ സെൻറ്റിമീറ്റർ ക്യൂബിലോട്ട് കൺവേർട്ട് ചെയ്ത് 1000 സെൻറ്റിമീറ്റർ ക്യൂബ് 1000 സെൻറ്റിമീറ്റർ മീറ്റർ ക്യൂബിലോട്ട് കൺവേർട്ട് ചെയ്തതാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂളിലെ പ്രോബ്ലം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ നിങ്ങളും മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് വർക്കൗട്ട് ചെയ്യുക. എത്രമാത്രം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നു അത്രയും GT-യുടെ ഈ പ്രോബ്ലംസ് എളുപ്പമായിട്ട് വരും കേട്ടോ. പിന്നെ തിയറി പാർട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കുക. മാക്സിമം തിയറി പാർട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നിന്നൊക്കെ തന്നെ ചോദിക്കത്തുള്ളൂ. പിന്നെ പരീക്ഷ അടുക്കാറാകുമ്പോൾ, അതായത് നോക്കട്ടെ, മാക്സിമം ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ള തിയറി പാർട്ടും ഈ പ്രോബ്ലം വെച്ചിട്ടുള്ള ഒരു വീഡിയോ കൂടെ ചെയ്യാൻ ശ്രമിക്കാം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, കമ്പൽസറി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ
അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ വീഡിയോ. മാക്സിമം സപ്പോർട്ട് ചെയ്യുക.